everyone, welcome to Binus Hindi Learning Class. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഒരു സ്പെഷ്യൽ ആട്ടോ, വേറെ ഒന്നുമല്ല. ആകെ ഒരൊറ്റ വാക്കിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ, അതിൻ്റെ പല രൂപങ്ങളും മറ്റും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വാക്കിതാണ് കർണ. കർണ എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്യുക എന്നാണ് അല്ലേ? അപ്പൊ ഈ കർണ എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദി എന്നുള്ള ഒരു ഭാഷയിൽ ഒരുപാട് വാക്കുകളുടെ കൂടെ വരുന്നൊരു വാക്കാണ്. ഓക്കെ, അപ്പൊ ഈ കൂടെ വരുമ്പോൾ അത് രണ്ട് വാക്കായിട്ടല്ല, ഒറ്റ അർത്ഥമായിട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു ക്ലാസ് ആട്ടോ ഇന്ന്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു കർണ എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നാണ്. അപ്പൊ ഞാൻ പറയാണ്, ഇപ്പോ ഞാൻ ചെയ്തു എന്ന് പറയുമ്പോൾ കിയ എന്നാണ് അതിന്റെ രൂപം. കിയ, മേനെ കിയ. ചെയ്തിരുന്നു എന്നാണെങ്കിൽ മേനെ കിയാത്ത അല്ലേ? ഇനി ചെയ്യണം എന്നാണെങ്കിൽ നിങ്ങൾ ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഞാൻ പറയുന്ന മലയാളം വേർഡ് നോട്ട് ചെയ്യാം, അതോടൊപ്പം തന്നെ അതിൻ്റെ ഹിന്ദി ഞാൻ താഴെ എഴുതി കാണിക്കുന്നുണ്ടല്ലോ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് എടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത്. മനസ്സിലായോ? ശരി, ഇപ്പോൾ ചെയ്യണം എന്ന് പറയുന്നതിന് കർണാ ഹേ, അവിടെ ഹേ വന്നു കേട്ടോ. കർണാ ഹേ, ചെയ്യണം. ഓക്കെ, ഇനി ചെയ്യും എന്നാണെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഫ്യൂച്ചർ അല്ലേ? ചെയ്യും എന്ന് പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ എന്താണ്? കരൂങ്കി. ഒരു മെയിലാണെന്നുണ്ടെങ്കിൽ കരൂങ്ക, അത് സ്ത്രീലിംഗം പുല്ലിംഗമാണ്. കരൂങ്കി കരൂങ്ക എന്നുള്ളത് അല്ലേ? ഇനി മറ്റൊരു വ്യക്തിനെ കുറിച്ച് പറയുമ്പോൾ കരേഖ എന്നാ പറയാ അല്ലേ? അവൻ ചെയ്യും എന്നാണെങ്കിൽ, ഇനി അവർ ചെയ്യും എന്നാണെങ്കിൽ കരേങ്കെ. അപ്പോൾ ഇതെല്ലാം ഫ്യൂച്ചറിൽ വരുന്ന, മനസ്സിലാവുന്നുണ്ടോ? ഈ കർണ എന്ന രൂപത്തിന്, ഒരു വാക്കിന് വരുന്ന പല പല രൂപമാറ്റങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പഠിക്കാൻ പോകുന്നൊക്കെ കണ്ടോട്ടാ. അടുത്ത വാക്ക് മദത് കർണ. മദത് കർണ എന്ന് പറയുമ്പോൾ ഈ കർണ അവിടെ വന്നു, മദതും അവിടെ വന്നു. അപ്പൊ ഈ മദത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് നമ്മൾ ആദ്യം പഠിക്കണ്ടേ അല്ലേ? മദത് എന്ന് പറഞ്ഞാൽ എന്താണ്? സഹായം. അപ്പൊ മദത് കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണ ചെയ്യുകയാണ്, അപ്പൊ സഹായം ചെയ്യുക, അങ്ങനെയല്ല സഹായിക്കുക, അതാണ് അതിനർത്ഥം. മനസ്സിലായോ? എപ്പോഴും നമ്മൾ ഈ ചെയ്യുക എന്ന് മാത്രമായിരിക്കില്ല ഈ കർണ എന്ന വാക്കിന് എന്താ പറയുക അർത്ഥം വരുന്നത്. അത് ഓരോ വാക്കുകളോട് കൂടി ചേരുമ്പോൾ അതിൻ്റെ അർത്ഥം എങ്ങനെയാ വരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ശരി. ഇപ്പൊ മദത് കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായിക്കുക എന്നാണ് അർത്ഥം. ഓക്കെ, ഇപ്പോ സഹായിക്കൂ എന്ന് പറയുന്നത് അതൊരു ഓർഡറാണ് അല്ലെ? നമ്മൾ സഹായിക്കൂ, അവനെ ഒന്ന് സഹായിക്കൂ, അതായിരിക്കും റിക്വസ്റ്റ് അല്ലെ? അപ്പൊ ഇതെങ്ങനെയാ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ മദത് കരോ എന്നാണ്. കരോ, അപ്പൊ കർണേനെ നമ്മളവിടെ കരോ എന്നാക്കി. ആ രൂപമാറ്റം ഒന്ന് ശ്രദ്ധിച്ചു വെക്കാം കേട്ടോ. മദത് കരോ, മനസ്സിലായ? ഓ എന്നൊരു ശബ്ദം അവിടെ വന്നേ. ഇപ്പോ പറയൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പറയൂ, ബോലോ, തിന്നൂ, കഴിക്കൂ, കാവോ, കണ്ട ഓ എന്നുള്ള ഒരു രൂപമാറ്റമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഈ വാക്കുകളൊക്കെ പറയാനായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു വാക്കിനെ മാറ്റിയെടുക്കുന്നതെന്നാണ് കേട്ടോ. മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് കുറേ സെന്റൻസുകൾ കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ക്ലിക്കായി വന്നോളും. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, മുജെ മദത് കറൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സഹായിക്കൂ, അതാണ്. ഇനി അടുത്ത വാക്കാണ് കാം കർണ. കാം കർണ എന്ന് പറഞ്ഞാൽ എന്താണ്? കാം എന്താന്ന് നമുക്കറിയണം അല്ലേ? കാം എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുക. കാം കർണ ജോലി ചെയ്യുക. ഇപ്പൊ ഞാൻ ജോലി ചെയ്യുക എന്ന് പറയാണ്. ഇപ്പൊ ഞാൻ ജോലി, ഇപ്പൊ നമ്മളോട് വിളിക്കുമ്പോൾ പറയുകയാണ്, ആരെങ്കിലും വിളിക്കുമ്പോൾ സോറി ഞാനിപ്പോ ജോലി ചെയ്യുക. മേം കാം കർ രഹി ഹൂം. ഇനി ഒരു മെയിലാണെങ്കിൽ രഹാഹു, സ്ത്രീലിംഗം പുല്ലിംഗം ഡിഫറൻസ്, രഹി രഹ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി തന്നെ പോകണം. എപ്പോഴും ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയില്ലേ മുന്നോട്ട് പോകുന്ന ക്ലാസ്സുകളിൽ. ഓക്കെ, മേം കാം കർ രഹി ഹൂം, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വാക്ക് പഠിച്ചു കാം കർണ. ഇനി പരേശാൻ കർണ നമ്മൾ പഠിച്ചതാ, കഴിഞ്ഞ 2 ക്ലാസ്സിൽ എന്തോ പഠിച്ചതാണ്. പരേശാൻ കർണ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റർബ് ചെയ്യുക അല്ലേ? ശല്യപ്പെടുത്തുക. മുझे പരേശാൻ മത് കറോ എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഓക്കെ, എന്നെ ശല്യപ്പെടുത്തല്ലേ, അതാണ് കേട്ടോ. അപ്പൊ അവിടെയും ഈ കർണ എന്നൊരു വാക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ഇവിടെ ചെയ്യുക എന്നൊരു വാക്ക് വന്നു അല്ലെ? ശല്യം ചെയ്യുക, പരേശാൻ കർണ. അതുപോലെ തന്നെ പരേശാൻ കർണയുടെ തന്നെ മറ്റൊരു വാക്കാണ് തങ്ക് കർണ എന്നുള്ളത്. തങ്ക് എന്ന് പറയുന്നത് നമ്മളെ എന്താ പറയുക ബുദ്ധിമുട്ടിക്കുക എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് തങ്ക് കർണ. ഓക്കെ, തങ്ക് മത് കറോ എന്ന് പറയാം. തങ്ക് മത് കറോ എന്ന് പറഞ്ഞാൽ തങ്ക് ചെയ്യല്ലേ, ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് പറയുന്നതാണ് കേട്ടോ. ശരി, ഇനി
ഇനിയിപ്പോ നമ്മൾ പറയാണ് ഈ കർണ ചെയ്യുക 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 എന്ന് പറഞ്ഞല്ലോ നമ്മള്. മദത് കർണ സഹായം ചെയ്യുക, അതുപോലെ തന്നെ പരിശാൻ കർണ ശല്യപ്പെടുത്തുക അല്ലെങ്കിൽ ശല്യം ചെയ്യുക, കാം കർണ ജോലി ചെയ്യുക. ഇവിടെ ചെയ്യുക ചെയ്യുക വന്നു. ഇനി അത് വരാണ്ട് വാക്ക് വരൂ കേട്ടോ. ഇപ്പൊ ഞാൻ പറയാണ് ബന്ദ് കർണ. ബന്ദ് കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെയ്യുക എന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ അതിന്റെ മൊത്തത്തിലുള്ള ഒരു അർത്ഥം എന്താണ്? അടയ്ക്കുക എന്നാ, ക്ലോസ് ചെയ്യുക എന്നാണ്. മനസ്സിലായോ? അടയ്ക്കുക എന്നാണ്. അപ്പോ ബന്ദ് കർണ എന്ന് ഒറ്റ വേർഡാണ്. ഞാനിപ്പോ ഈ മദത് കർണ പറഞ്ഞതും പരിശാൻ കർണ പറഞ്ഞതും ഇതൊക്കെ ഒറ്റ വേർഡുകളാണ്. അതിന്റെ കർണ വേറെ വേർഡായിട്ടല്ല കേട്ടോ വരുന്നത്. ഓക്കെ, ശരി. അപ്പൊ മദത് കർണ ബന്ദ് കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടയ്ക്കുക എന്നർത്ഥം വരുന്നത്. അവിടെ അടയ്ക്കൂ ചെയ്യൂ എന്ന് രണ്ട് ഇതായിട്ട് പറയുന്നില്ല കേട്ടോ. കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങളിൽ നിന്ന്. എനിക്ക് എന്താ പറയുന്നത് കമന്റിൽ വന്നിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. മനസ്സിലായോ? നമ്മൾ എപ്പോഴും ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി ഇങ്ങനെ പഠിച്ചെടുക്കാൻ ശ്രമിക്കേണ്ട, മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. കാരണം നമ്മൾ പഠിക്കാനായിട്ട് ഇരിക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ഒരുപാട് ആവശ്യമില്ലാത്ത ഡൗട്ടുകൾ വരുന്നത് കേട്ടോ. നമ്മളത് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമായിട്ട് എന്താ പറയാ ഹിന്ദി സംസാരിക്കാം എന്നുള്ള ഒരു സ്വപ്നം, ഒരു ആഗ്രഹം, ഒരു അത്യാവശ്യം നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, ശരി. ഇനിയിപ്പോ ഞാൻ പറഞ്ഞല്ലോ ബന്ദ് കർണ. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് എന്താ? കൊല്ല ആണ്, തുറക്കുക. അപ്പൊ ഈ കൊല്ല എന്ന വാക്ക് തുറക്കുക എന്നാണ്. ഇവിടെ കർണ എന്ന് വന്നില്ല കേട്ടോ. ബന്ദ് കർണ എന്ന് അടയ്ക്കുക എന്ന് വരുമ്പോ കോൽ കർണ എന്ന് വരണ്ടേ തുറക്കുക എന്ന്? അങ്ങനെ ഇല്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞേ ഈ ഒരു സീരീസ് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. 30 days 1000 വേർഡ്സ് മീനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് വേർഡ് മീനിങ് ആയിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കണം. അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് എന്താ പറയാ ഈ രൂപമാറ്റങ്ങൾ വരുത്തി സംസാരിക്കാനായിട്ട് എളുപ്പമാവുള്ളൂ. രൂപമാറ്റങ്ങൾ വരുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമുക്ക് എപ്പോഴും നമ്മൾ സ്റ്റക്കായി പോകുന്നതും വേർഡ് മീനിങ്ങിൽ തന്നെയാണ്. ആ വേർഡിന് എന്താ പറയാന്നുണ്ട് അറിയാണ്ടാവുമ്പോഴാണ് നമ്മൾ സ്റ്റക്കായി പോവുക സംസാരത്തിന്റെ ഫ്ലോയില്. മനസ്സിലായോ? സോ ഒരുപാട് വേർഡ്സ് നമുക്ക് പഠിച്ചെടുക്കാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? കൊല്ല എന്നാണ് തുറക്കുക, അല്ലാതെ കോൽ കർണ എന്നൊന്നും വരില്ല കേട്ടോ. ശരി, ഇനി അടുത്തൊരു വാക്കാണ് കോശിഷ് കർണ. കോശിഷ് കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശ്രമിക്കുക എന്നാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ പറയില്ലേ നന്നായി പരിശ്രമിച്ചു എന്ന് പറയില്ലേ? കോശിഷ് കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശ്രമിച്ചു. ഓക്കെ, കോശിഷ് കിയാത്താന്ന് ഉദ്ദേശിച്ചാൽ പരിശ്രമിച്ചിരുന്നു എന്നാണ് കേട്ടോ. ഇനി ഇപ്പൊ പറയണ പരിശ്രമിക്കൂ, ഒന്നുകൂടി പരിശ്രമിക്കൂ. ഫിർസെ കോശിഷ് കരോ. ഫിർസെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട്, ഫിർ എന്ന് പറയുമ്പോൾ പിന്നീട് എന്ന് വരും. ഫിർസെ ഒന്നുകൂടി എന്നുള്ള അർത്ഥം കേട്ടോ. ഫിർസെ ഒന്നും കൂടി. കോശിഷ് കരോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കരോ, ഓ മാത്രം ഒന്നോടെ അല്ലെ, കരോ ചെയ്യൂ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ കോശിഷ് കരോ എന്ന് പറയുമ്പോൾ പരിശ്രമിക്കൂ എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ രൂപം നിങ്ങളുടെ മനസ്സിൽ വെച്ചോട്ടോ. കരോ, കോശിഷ് കരോ, മദത് കരോ, പരിശാൻ കരോ. പരിശാൻ കരോ എന്ന് പറഞ്ഞാൽ എന്താ? ശല്യപ്പെടുത്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചെയ്യൂ എന്ന് പറയുന്നതിനൊക്കെ ഓ സൗണ്ട് ആണ് കേട്ടോ. അതിപ്പോ തന്നെ ക്യാച്ച് ചെയ്തു പോപ്പോ സംസാരത്തിൽ ഈസി ആയിട്ട് വരട്ടെ. ഓക്കെ, ശരി. ഇനി അടുത്തതാണ് ദേഖ്ഭാൽ കർണ. ദേഖ്ഭാൽ കർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപാലിക്കുക എന്നാണ്. ഇപ്പൊ നമ്മുടെ മക്കളെയൊക്കെ പരിപാലിക്കില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പരിപാലിക്കുക. ഇപ്പൊ ആപ്കോ അപ്പനി ബച്ചോ കി ദേഖ്ഭാൽ ഖുദ് കർനി ചാഹിയേ. എന്തായാലും മനസ്സിലായോ? ഒന്നുമില്ല. നമുക്ക് നമ്മുടെ മക്കളുടെ പരിപാലനം സ്വയമായിട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതിൽ പുതിയതായിട്ട് നമ്മൾ പഠിക്കുന്ന വാക്കാണ് ഖുദ്. ഖുദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം. ഖുദ് കർനി ചാഹിയേ, ഖുദ് കർനാ ചാഹിയേ എന്ന് ഉദ്ദേശിക്കുന്നത് സ്വയം ചെയ്യേണ്ടി വരും. ചാഹിയേ എന്നുള്ളത് വേണം എന്നാണെങ്കിലും ഇവിടെ ഉദ്ദേശിക്കുന്നത് ഖുദ് കർനി ചാഹിയേ എന്ന് ഉദ്ദേശിക്കുന്നത് ചെയ്യേണ്ടി വരും എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ വരും എന്ന് ഉദ്ദേശിക്കുന്ന ഒരു വേണം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ. ഓക്കെ, ആപ്കോ അപ്നി ബച്ചോ കി ദേഖ്ഭാൽ ഖുദ് കർനി ചാഹിയേ. മനസ്സിലായോ? ശരി. ഇനി അതുപോലെ തന്നെ ഒരു വാക്കാണ് നമ്മൾ നേരത്തെ കോശിഷ് കർണ പറഞ്ഞില്ലേ, പ്രയാസ് കർണ. പ്രയാസ് കർണ എന്ന് പറയുന്നതും കോശിഷ് കർണ എന്നാണ്, ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ. ഇനി ചാലു കർണ. ചാലു കർണ എന്ന് ഉദ്ദേശിക്കുന്നത് ഓൺ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. ചാലു കർണ. ഇപ്പൊ പറയാണ് ടി വി ചാലു കരോ. ടി വി ചാലു കരോ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഓ മാത്രമാണ് അല്ലെ, കരോ. ടി വി ചാലു കരോ എന്ന് പറഞ്ഞാൽ ടി വി ഓൺ ചെയ്യൂ. മനസ്സിലായോ? ടി വി ചാലു കിയാന്നാണെങ്കിൽ ഓൺ ചെയ്തു എന്നായി. ഓൺ ചെയ്തു.
അതുപോലെ തന്നെ പങ്ക ചാലു കരോ അല്ലെങ്കിൽ മോട്ടോർ ചാലു കരോ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാനായിട്ട് പറയാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ചാലു കർണ. മനസ്സിലായോ? ശരി. ഇനി അടുത്ത വേർഡാണ് വാദ കർണ. വാദ കർണ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രോമിസ് ചെയ്യാന്ന് കേട്ടോ, വാഗ്ദാനം ചെയ്യുക. ഇപ്പൊ നമ്മൾ പറയാണ് നീ എന്നോട് പ്രോമിസ് ചെയ്തിരുന്നു. ആപ്നെ മുജിസെ പ്രോമിസ് കിയാത്ത. ആപ്നെ മുജിസെ പ്രോമിസ് കിയാത്ത. നീ അതെന്നോട് വാഗ്ദാനം ചെയ്തിരുന്നു. അല്ലെങ്കിൽ നമ്മൾ പറയും പ്രോമിസ് ചെയ്യുമെന്ന് പറയില്ലേ, പ്രോമിസ് കരോ, ചെയ്യൂ, പ്രോമിസ് കരോ. മനസ്സിലായോ? ഓക്കെ. ഇനിയിപ്പോൾ അടുത്തൊരു വാക്ക് ജഗട കർണ. ജഗട കർണ. ജഗട കർണ എന്ന് ഉദ്ദേശിക്കുന്നത് മക്കൾ തല്ലു പിടിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കൊക്കെ ഉണ്ടാവില്ലേ, അതിന് നമ്മൾ പറയുന്നത് ജഗട കർണ എന്നാണ്. മനസ്സിലായോ? ഇപ്പോൾ വഹാം കുച്ച് ജഗട ചൽറേ. വഹാം കുച്ച് ജഗട ചൽറേ. ചൽറേ എന്ന് ഉദ്ദേശിക്കുന്നത് ചൽ രഹാഹയുടെ ഷോർട്ട് ഫോം ആണ്. നമ്മൾ സംസാരിക്കുമ്പോൾ ചൽ രഹാഹേ എന്നൊന്നും പറയില്ല, ചൽറേ, കർറേ, മേ കാം കർറേ അല്ലേ, ആ രേയിൽ നിൽക്കൂ കേട്ടോ, അത് ശ്രദ്ധിച്ചോളൂ. വഹാം കുച്ച് ജഗട ചൽറേ എന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്തോ വഴക്ക് നടക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ഇനി വോ ദോനോ ജഗട കർറേ. കർറേ കർറേ ഹേ ഹേ എന്ന് ഉദ്ദേശിക്കുന്നതിന് പകരമാണ് നമ്മൾ കർറേ എന്ന് പറഞ്ഞത് കേട്ടോ. വോ ദോനോ ജഗട കർറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും വഴക്കിടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ജഗട കർണ അടിപിടി കൂടുക. ഓക്കെ, ശരി. അടുത്തൊരു വാക്കാണ് ആദർ കർണ. ആദർ കർണ എന്ന് ഉദ്ദേശിക്കുന്നത് റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ള കേട്ടോ, ബഹുമാനിക്കുക. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ പറയാണ് നമ്മൾ വലിയവരെ ബഹുമാനിക്കണം എന്ന് പറയില്ലേ, അതെങ്ങനെയാ പറയാ? ഹമേ അപ്പനെ ബഡോക്ക ആദർ കർണ ചാഹിയേ. ഹമേ അപ്പനെ ബഡോക്ക ആദർ കർണ ചാഹിയേ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ വലിയവരോട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്തവരോട് റെസ്പെക്റ്റ് കൊടുക്കണം, ബഹുമാനിക്കണം എന്നത്. ആദർ കർണ ചാഹിയേ. മനസ്സിലാവുന്നുണ്ടോ? ശരി. ഇനി കസ്രത്ത് കർണ. കസ്രത്ത് കർണ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാം? അതൊരു മറ്റൊരു വാക്കാണ് വ്യായാം കർണ. വ്യായാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്യുക, അതാണ് കേട്ടോ. ഇപ്പൊ വ്യായാമം ചെയ്യാൻ പരിശ്രമിക്കണം. നമ്മൾ പറയില്ലേ എല്ലാ ദിവസവും വ്യായാമം ചെയ്യാൻ പരിശ്രമിക്കണം കേട്ടോ താങ്കൾ, അല്ലെ? വ്യായാമം ചെയ്യാൻ പരിശ്രമിക്കണം. കസറത്ത് കർണേക്ക് കോശിഷ് കർണ ഹെ. അപ്പൊ ഈ രണ്ട് വാക്കുകൂടെ വന്നില്ലേ, കസറത്ത് കർണേക്ക് കോശിഷ് കർണ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യായാമം ചെയ്യാൻ പരിശ്രമിക്കണം. വ്യായാം കർണേക്ക് കോശിഷ് കർണ ഹെ എന്നും പറയാം കേട്ടോ. അപ്പൊ കസറത്ത് കർണ, വ്യായാം കർണ എന്ന് പറഞ്ഞാൽ വ്യായാമം ചെയ്യുക. ഓക്കെ, ശരി. ഇനി അടുത്തൊരു വാക്കാണ് പടായി കർണ. എല്ലാവർക്കും അറിയാം അല്ലെ, പടായി കർണ എന്ന് പറഞ്ഞാൽ പഠിക്കുക. മേം പടായി കർ രഹി ഹൂം. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പഠിക്കുകയാണ്. മേം പടായി കർ രഹി ഹൂം. ഓക്കെ, അല്ലെങ്കിൽ കർ രഹാ ഹൂം. ഇനി അതുപോലെ തന്നെ ഞാൻ പഠിച്ചു എന്നാണെങ്കിൽ മെനെ പടായി കിയ അല്ലെങ്കിൽ പടായി കീ. ഒരു കീ വരും കേട്ടോ, അതെന്ന് ഉദ്ദേശിക്കുന്നതും പാസ്റ്റിലാണ്. ഈ കീ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇതൊരു പാസ്റ്റ് സെന്റൻസ് ആണ്. നമ്മൾ ഠ എന്ന് കാണുമ്പോൾ പാസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുന്നില്ലേ, അതുപോലെയുള്ള ഒരു കീ ആണ്. കീക്കും ഒരു പാസ്റ്റ് രൂപമുണ്ട്. ഈ രണ്ട് കീയും വ്യത്യാസമുണ്ട്. ഈ രണ്ട് കീയുടെയും എന്താ പറയുക, ഇങ്ങോട്ട് വള്ളിയുള്ള കീയും ഇങ്ങോട്ട് വള്ളിയുള്ള കീയുടെ ഡിഫറൻസ് ഞാനൊരു ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പോയി കാണണം, മനസ്സിലാക്കണം. കുട്ടി കുട്ടി ഗ്രാമറുകൾ ഞാൻ ചെറിയ ചെറിയ ക്ലാസ്സുകളാക്കി ഇട്ടിട്ടുണ്ട്. പറഞ്ഞു പോകും, എന്നാലും നിങ്ങളൊന്ന് മനസ്സിലായിരിക്കണം കേട്ടോ. ശരി. അപ്പോൾ മെനെ പടായി കിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പഠിച്ചു എന്നാണ് കേട്ടോ. അടുത്തതാണ് സ്നാൻ കർണ. സ്നാൻ കർണ എന്ന് പറഞ്ഞാൽ കുളിക്കുക എന്നാണ്. നമ്മൾ ഇതിന് മുമ്പ് ഒരു വാക്ക് പഠിച്ചു, നഹാന. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ചില്ലേ, നമ്മൾ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് നമ്മൾ ഫസ്റ്റ് ഇട്ടു അല്ലേ. അതെന്താണ്? നഹാന. അപ്പൊ അതും കുളിക്കുക എന്നാണ്. സ്നാൻ കർണയും കുളിക്കുകയാണ്. അപ്പോൾ എനിക്ക് വന്നൊരു കമന്റ് ഇതാണ്. ഇപ്പൊ നമ്മൾ പറയായിരുന്നു പടായി കിയ, പഠിച്ചു അല്ലെ. അതുപോലെ പരേശാൻ കിയ. പരേശാൻ കിയ എന്ന് പറയുമ്പോൾ എന്താണ്? ശല്യപ്പെടുത്തി. മദത് കിയ എന്നൊക്കെ പറയുന്നത് ആ കിയയുടെ രൂപമാണ്. ഇവിടെ നഹാ കിയ എന്ന് പറഞ്ഞുകൂടെയെന്ന്. നഹാ കിയ എന്ന് ഉദ്ദേശിച്ചാൽ കുളിച്ചു എന്നായില്ലേന്ന്. പക്ഷെ അല്ല, നഹാലിയ എന്നാ പറയാം. കുളിച്ചു എന്ന് പറയുമ്പോൾ അപ്പോൾ വളരെ ചില വാക്കുകൾക്ക് മാത്രമാണ് ഈ രൂപമാറ്റത്തിലും ഒരു മാറ്റം ഉണ്ടാവുന്നത്. ബാക്കിയെല്ലാം ഒരുപോലെ ഇരിക്കുമെങ്കിലും
ചിലത് നമ്മൾ എന്താ പറയുന്നത്, ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്, ഒന്ന് ബൈഹാർട്ട് ചെയ്യാനുണ്ട്. അതിലൊന്നാണിത് നഹാലിയ. നഹാക്കിയ എന്നല്ല, നഹാലിയ എന്നാണ് പറയാം, കുളിച്ചു എന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് അതുപോലെ തന്നെ അങ്ങോട്ട് ബൈഹാർട്ട് ചെയ്താൽ മതി, വേറെ ഒരു കൺഫ്യൂഷൻ വരാൻ പോകുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ സ്നാൻ കിയ. ഓക്കെ, ശരി. ഇനി അടുത്തതാണ് നോക്കറി കർണ. നോക്കറി കർണ. നോക്കറി കർണ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? ജോലി ചെയ്യുക എന്നാണ്. അപ്പോൾ ഡൗട്ട് ഉണ്ട്, കാം കർണ എന്നുള്ളതും ജോലി ചെയ്യാന്നല്ലേ? അല്ലേ? അതെ, കാം കർണ എന്നുള്ളത് മറ്റൊരു ജോലിയുടെ ഭാഗമാണ്, നൗക്കറി എന്ന് പറയുന്നത് മറ്റൊരു ജോലിയുടെ ഭാഗമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളില്ലേ, സർവീസ്, അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ജോബുകൾ, ആ ജോബ് എന്നുള്ളതാണ് നൗക്കറി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പൊ നമ്മൾ വീട്ടിൽ ജോലി എടുക്കുന്നതിനെ ഒരിക്കലും നമ്മൾ നൗക്കറി എന്ന് പറയില്ല, മനസ്സിലാവുന്നുണ്ടോ? അതിനെ കാം എന്നാ പറയാ. ഇപ്പൊ നമ്മൾ അവിടെ അടിച്ചു വരുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, കുട്ടി കുട്ടി ജോലികളുണ്ടല്ലോ, അതിനെല്ലാം കാം. ഇപ്പൊ നമ്മൾ ഓരോരുത്തർ പറയും ഇവിടെ പോവാ, കാം കോ ജാരെ എന്ന് വെച്ചാൽ ജോലിക്ക് പോവാ. അങ്ങനെയുള്ള ജോലികളെല്ലാം നമ്മൾ എന്ത് പറയുന്നത്? നൗക്കറി എന്ന് പറയുന്നത്. അതൊരു പ്രൊഫഷണൽ സർവീസുകളാണ്, അതിനെയാണ് നമ്മൾ നൗക്കറി എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ അവൻ ജോലിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ പറയില്ലേ, वो नौकरी पाने की कोशिश कर रहा है. वो नौकरी पाने की कोशिश कर रहा है എന്ന് ഉദ്ദേശിക്കുന്നത് അവൻ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിനാണ് നമ്മൾ നൗക്കറി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ നൗക്കറി കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് ചെയ്യാൻ, അതാണ് കേട്ടോ അടുത്ത വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു വാക്കാണ് ചിന്താകർണ. ചിന്താകർണ എന്ന് ഉദ്ദേശിക്കുന്നത് വറി ചെയ്യുക എന്ന് പറയില്ലേ, വിഷമിക്കുക, അതാണ് കേട്ടോ മലയാള അർത്ഥം വരുന്നത് ചിന്താകർണ. ഇപ്പൊ നമ്മൾ പറയണേ അവനെ കുറിച്ച് വിഷമിക്കേണ്ട, അല്ലെങ്കിൽ അവനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട എന്ന് പറയില്ലേ, ഉസ്കി ചിന്താ മത് കറോ, ഉസ്കി ചിന്താ മത് കറോ, അവരുടെ കാര്യത്തിൽ ടെൻഷൻ അടിക്കല്ലേ എന്നാണ്. ആ ഒരു അർത്ഥത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ് ചിന്താകർണ. ഓക്കെ, ശരി. ഇനി നമുക്ക് ഒരുപാട് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സംഭവമാണ് സിലായി, തയ്ക്കുക അല്ലേ? തയ്ക്കുക, തയ്ക്കുന്നതിനെ പറയുന്നത് സിലായി കർണ എന്നാ. സിലായി കർണ, തയ്ക്കുക കേട്ടോ, സ്റ്റിച്ചിങ്. ഇപ്പൊ നമ്മൾ പറയും കഴിഞ്ഞ പ്രാവശ്യം തയ്ച്ചത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നി നമ്മൾ പറയും ഇപ്രാവശ്യം ശരിക്കും തയ്ക്കണം കേട്ടോ എന്ന് പറയില്ലേ. ഇസ് ബാർ ടീക് സേ സിലായി കർണ ഹെ, ഇസ് ബാർ ടീക് സേ സിലാന ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യം മര്യാദയ്ക്ക് തയ്ക്കണം കേട്ടോ എന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് പറയാണ്. മനസ്സിലായോ? ഇസ് ബാർ ടീക് സേ സിലായി കർണ ഹെ. ഇനിയിപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് എന്താ പറയാ, സിലായി സ്റ്റിച്ചിങ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഹെമ്മിങ് ചെയ്യണം. ഇപ്പൊ സാരി ഫോള് അതുപോലെയുള്ള ചില ഏരിയകളിൽ നമുക്ക് എന്താ കൈ കൊണ്ട് തുന്നേണ്ടി വരും അല്ലേ. അപ്പൊ ചിലവർ അത് എളുപ്പത്തിന് സ്റ്റിച്ചിങ് ഇട്ട് അങ്ങ് വിടും. അപ്പൊ നമ്മൾ പറയാണ് അവരോട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്യണമെന്ന്. അപ്പൊ ഈ ഹെമ്മിങ് എന്നുള്ള വാക്ക് എന്താ? തുർപ്പായി. തുർപ്പായി എന്നാണ് ഹെമ്മിങ്ങിനെ പറയുന്നത് കേട്ടോ. അപ്പൊ സ്റ്റിച്ച് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഹെമ്മിങ്. യഹാ സിലായി മത് കറോ തുർപ്പായി കർണ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റിച്ച് ചെയ്യരുത്, കൈകൊണ്ട് തുന്നണം, ഹെമ്മിങ് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഈ രണ്ട് വാക്കുകൾ, സിലായി കർണ, തുർപ്പായി കർണ. ഓക്കെ, ശരി. ഇനി ലാസ്റ്റ് വേർഡ് കേട്ടോ. ലാസ്റ്റ് വേർഡ് മർമത് കർണ. മരമത് കർണ. ഇത് നമുക്ക് വായിക്കുമ്പോൾ നമ്മൾ മർമത് കർണ എന്നാ വായിക്കുക, പക്ഷെ ഇതിന്റെ പ്രൊനൗൺസിയേഷൻ മാരാന്നാട്ടോ, മരമത് കർണ എന്നാണ്. ഓക്കെ, എന്ന് ഉദ്ദേശിക്കുന്നത് റിപ്പയർ ആണ്. ഇപ്പൊ നമ്മള് വീടിനൊക്കെ എന്താ പറയാ, അറ്റകുറ്റപ്പണി ആവശ്യമുണ്ട് എന്ന് പറയുമ്പോ എങ്ങനെയാ പറയാ? ഗർക്കോ മരമത് കി ജറൂരത്ത് ഹെ. ഗർക്കോ മരമത് കി ജറൂരത്ത് ഹെ എന്ന് ഉദ്ദേശിക്കുന്നത് ജറൂരത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം എന്നാണ് കേട്ടോ. ജറൂരത്ത്, ആവശ്യം. അപ്പൊ ഇതും കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, ഗർക്കോ മരമത് കി ജറൂരത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് വീടിന് അറ്റകുറ്റപ്പണികളുടെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ശരി, അപ്പൊ ഇതുപോലെ നമുക്ക് ഒരുപാട് വാക്കുകളുണ്ട്, നമുക്ക് മനസ്സിലാക്കി എടുക്കാനുണ്ട്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ആഗ്രഹത്തോടു കൂടിയാണ് എല്ലാവരും വന്നിരിക്കുന്നതെന്ന് അറിയാം. നിങ്ങളെ ഞാൻ നിരാശപ്പെടുത്തില്ല, നിങ്ങളെ പഠിപ്പിക്കണം തന്നെയാണ്. നിങ്ങളെ എന്താ പറയാ, എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാവട്ടെ. ഒരു ഭാഷ പഠിച്ചെടുക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം, ഞാൻ അതിൽ പെട്ട ഒരാളായിരുന്നു. സോ നിങ്ങൾക്ക് സാധിക്കും, വളരെ എളുപ്പമാണ്. ഇത് ഇത്ര ഈസി അല്ലാത്തൊരു കാര്യമല്ല എന്ന് അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഇതിലോട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കേട്ടോ. സോ നിങ്ങൾക്ക് സാധിക്കും. എല്ലാവരും നന്നായിട്ട് ട്രൈ ചെയ്യുക, കോശിഷ് ചെയ്യാം. ഓക്കെ,
കോശിഷ് കരോ. ഓക്കെ, അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എന്നും പറയുന്ന പോലെ തന്നെ അപ്പൊ ആരെങ്കിലും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. അതുപോലെ തന്നെ അത്യാവശ്യമുള്ളവരിലേക്ക് വേണ്ടി, ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്താ എന്ന് പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം. ഓക്കെ, ശരി. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.